നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ഉം 4ഉം ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ. ഞാൻ മെയിൻ പോയിൻറ്റ്സ് ആണ് ആദ്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിൽ പറയുന്നത് വരുമാനം ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത്, ഏതൊക്കെ സ്രോതസ്സിൽ നിന്നാണ് ലഭിക്കുന്നത്, പിന്നെ ഒരു 2-3 പദ്ധതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ പഠിക്കാം. ഓക്കെ, എന്താണ് വരുമാനം? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് അതെങ്ങനെയായിരിക്കാം? ചിലപ്പോൾ അത് കൂലിയായിട്ടായിരിക്കാം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളമായിട്ടായിരിക്കാം ലഭിക്കുന്നത് വരുമാനം, അല്ലേ? ഏതൊക്കെ സ്രോതസ്സിൽ നിന്നായിരിക്കും നമുക്ക് വരുമാനം ലഭിക്കുന്നത്? കൃഷിയിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം, ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അല്ലെ, വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായി ചെയ്യുന്ന പ്രവർത്തനം, കായികമായി മാത്രമാണോ? അല്ല, കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ത്? തൊഴിൽ ചെയ്യുമ്പോൾ വരുമാനം ലഭിക്കുന്നത്. നമുക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കായികമായി മാത്രമായിരിക്കുമോ ചെയ്യുന്നതല്ല, കായികമായും ഭൗതികമായും ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. വരുമാനം ലഭിക്കുന്നത് തൊഴിലിലൂടെയാണ്. തൊഴിലിൻ്റെ പ്രതിഫലമാണ് എന്ത്? കൂലി അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത്. കൂലി എങ്ങനെയാണ് ലഭിക്കുന്നത്? കരാർ അടിസ്ഥാനത്തിലാണ് കൂലി ലഭിക്കുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. കരാർ പ്രകാരം ഒരു ദിവസം ജോലി ചെയ്താൽ ഇത്ര രൂപ, അല്ലെങ്കിൽ 1 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഇത്ര രൂപ, അങ്ങനെ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുന്നത്. 1 മണിക്കൂർ ചെയ്താൽ ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ ഇത്ര രൂപ വെച്ച് 1 മാസം ഇത്ര രൂപ തരാം, അങ്ങനെ പറയും. ദിവസത്തിൻ്റെ അടിസ്ഥാനം ഒരു ദിവസം പെർ ഡേ ഇത്ര രൂപ, അങ്ങനെ പറയുന്നതാണ് കരാർ പ്രകാരം ലഭിക്കുന്നതാണ് നമുക്ക് കൂലിയായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലം ഓരോ മാസവും ഇത്ര രൂപ എന്ന് പറയുന്നതാണ് എന്ത്? ശമ്പളം. നിശ്ചിത തുക ഒരു മാസത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ശമ്പളം. എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്? വണ്ടി പോകുന്നു. കൃഷിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? വിള ലഭിക്കുന്നു. അത് നമ്മുടെ വരുമാനമാണ്. നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ വിള വിറ്റ് വരുമാനമുണ്ടാക്കാം, അല്ലേ? തൊഴിലിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും? കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കും. ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് എന്ത് കിട്ടും? പലിശ കിട്ടും. ആസ്തികളിൽ നിന്നാണെങ്കിലോ വാടക. നമുക്ക് ഒരു കെട്ടിടമുണ്ടെങ്കിൽ അത് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വയലുണ്ടെങ്കിൽ അത് പാട്ടത്തിന് കൊടുക്കാം, അല്ലേ? ആസ്തികളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? വാടകയും കിട്ടും, പാട്ടവും കിട്ടും. ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലാഭവിഹിതം കിട്ടും. അതാണ് അടുത്ത പോയിന്റ്. കൃഷിയിൽ നിന്ന് വിള ലഭിക്കുന്നു, തൊഴിലിൽ നിന്ന് കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ ലഭിക്കുന്നു. കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി അറിയാലോ. ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കുന്നു, ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് മാത്രമായിട്ടാണെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ അത് വ്യക്തിഗത വരുമാനമായിരിക്കും, അല്ലേ? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനം വ്യക്തിഗത വരുമാനം. ഒരു കുടുംബത്തിൽ അംഗങ്ങൾക്ക് എല്ലാം കൂടി ഉണ്ടെങ്കിൽ അത് കുടുംബ വരുമാനമാണ്. ടെക്സ്റ്റിലുള്ള പോയിൻ്റാണ്. പിന്നെ സ്വയം തൊഴിലുണ്ടല്ലേ? എന്താണ് സ്വയം തൊഴിൽ? തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനം, സ്വന്തമായിട്ട് ഉപജീവന മാർഗം കണ്ടെത്തി അതിലൂടെ ഉപജീവനം നടത്തുന്നതാണ് എന്ത്? സ്വയം തൊഴിൽ. തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ തന്നെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ. നമ്മൾ ഒരു ചെറിയ അച്ചാർ ഫാക്ടറി തുടങ്ങുന്നത്, നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി അത് വിൽക്കുന്നു, അത് സ്വയം തൊഴിലിന് ഉദാഹരണം. നമ്മൾ തയ്ക്കുന്നു, സ്വയം തൊഴിലാണ്. ഒരു ഷോപ്പ് ഇടുന്നു, ഫോട്ടോസ്റ്റാറ്റ് കടയിടുന്നു, അതൊക്കെ എന്താണ്? സ്വയം തൊഴിലിന് ഉദാഹരണമാണ്. പിന്നെ കാർഷിക തൊഴിൽ എന്തൊക്കെയാണ്? കാർഷിക തൊഴിൽ കന്നുകാലി വളർത്തൽ. കൃഷിയുമായി ബന്ധപ്പെട്ടതാണോ കന്നുകാലിയെ വളർത്തുന്നത്? അതെയാണ്. കന്നുകാലി വളർത്തലും മത്സ്യകൃഷിയും സസ്യങ്ങളെ വളർത്തുന്നത് മാത്രമല്ല കാർഷികമെന്ന് പറയുന്നത്.
കാർഷിക തൊഴിലിന് ഉദാഹരണം ഏതൊക്കെയാണ്? സസ്യങ്ങൾ വളർത്തലുണ്ട്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി വളർത്തൽ. ഇവ മൂന്നും കാർഷിക തൊഴിലിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ടെക്സ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്? 46.5%, 46.5% ആണ് 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എത്രയാണ്? ഏകദേശം പകുതി തന്നെ ഉണ്ട്, 46.5%. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പുതിയ ടെക്സ്റ്റിലെ പോയിൻ്റാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് കുറച്ച് തൊഴിൽ പദ്ധതികളാണ്. ശരണ്യ, കൈവല്യ, നവജീവൻ. ഇത് മൂന്നുമാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പദ്ധതികൾ. ശരണ്യ, കൈവല്യ, നവജീവൻ. ശരണ്യ പദ്ധതി എന്താണ്? 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്ക് നൽകുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ശരണ്യ. എന്താണ്? 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്ക് ഉള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. സ്വയം തൊഴിൽ പദ്ധതിയാണ്. സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ. എന്താണ്? അശരണരായ സ്ത്രീ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ. എന്താണ് പറഞ്ഞത്? 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഇനി എന്താണ്? നവജീവൻ പദ്ധതി. മുതിർന്ന ആൾക്കാർക്കുള്ള പദ്ധതിയാണ് നവജീവൻ. എന്താണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയസ്സ് പ്രധാനമാണ്. 50-നും 65-നും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-നും 65-നും പ്രായമുള്ള മുതിർന്നവർക്ക് സ്വയം തൊഴിൽ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവജീവൻ. ശരണ്യയും നവജീവനും. ഇനി ആർക്കാണ്? ഇനി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തൊഴിൽ നടത്തുവാൻ വേണ്ടി തൊഴിൽ നൽകാൻ സർക്കാർ സബ്സിഡി, വായ്പ എന്നിവ നൽകുന്നതിന് 2016 കേരള ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ സർക്കാർ സബ്സിഡി നൽകുന്നതിന് 2016 കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കിയ പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി, വായ്പ എന്നിവ നൽകുന്നതിന് 2016 കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈവല്യ. ഇനി അതിനകത്തൊരു കവിത കൊടുത്തിട്ടുണ്ട്, പഠിപ്പ് തീർന്നാൽ എന്നൊരു കവിത. അത് രചിച്ചതാരാണ്? NV കൃഷ്ണവാര്യർ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത രചിച്ചതാരാണ്? NV കൃഷ്ണവാര്യർ. ഇനി നമ്മൾ തൊഴിലിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ലോക തൊഴിലാളി ദിനം എന്നാണെന്നറിയാലോ? മെയ് 1. ലോക തൊഴിലാളി ദിനം മെയ് 1. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമുക്ക് ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് നോക്കാമേ. തൊഴിൽ വൈവിധ്യങ്ങൾ ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. പഠിപ്പ് തീർന്നാൽ എന്ന കവിത ആരുടേതാണ്? NV കൃഷ്ണവാര്യർ. ഇനി വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ബാങ്ക് നിക്ഷേപം, തൊഴിലുണ്ട്, ബിസിനസ്സുണ്ട്, കൃഷിയിൽ നിന്ന് ലഭിക്കും, ഓഹരി. ഇനി വരുമാന സ്രോതസ്സും അവയുടെ വരുമാനവും. കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്
വിള. തൊഴിലിൽ നിന്ന് കൂലിയും അല്ലെങ്കിൽ ശമ്പളവും. ബിസിനസ്സിൽ നിന്ന് ലാഭം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത് എക്കണോമിക് റിവ്യൂ 2022-23 പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ എത്ര പേരാണ്? 46% പേരാണ് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത്. 46.5%. ഇനി ഏതൊക്കെയാണ് സ്വയം തൊഴിൽ പദ്ധതികൾ? നവജീവൻ, കൈവല്യ, ശരണ്യ. നവജീവൻ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? മുതിർന്ന പൗരന്മാർ, 50-നും 65-നും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്, 2016 കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി. ശരണ്യ അവിവാഹിതരായ അമ്മമാർ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ എന്നിവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന, വനിതകൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. ഈ ചാപ്റ്ററിൽ പറയുന്നത് ആദിമ മനുഷ്യർ എങ്ങനെയാണ്, എന്തൊക്കെ ഉപയോഗിച്ചായിരുന്നു വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കൈത്തറികൾ വന്ന വഴി, നൂലുൽപാദനത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുപിടിച്ചവരുടെ 2 പേരുടെ പേരുണ്ട്. പിന്നെ എവിടെയാണ്, നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് പിന്നെ പരുത്തിയും ചണവും ഏറ്റവും കൂടുതലുള്ളത്. പ്രകൃതിദത്ത നാരുകൾ എവിടെ നിന്ന്, കൃത്രിമ നാരുകൾ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് പോയിൻറ്റ്സാണ് ആദ്യം പറയുന്നത്. നേരത്തെ പോലെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നു. അവർ വസ്ത്രം ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവാണ് അവിടെ നിന്ന് നമുക്ക് പ്രതിമ, നമ്മൾ സിന്ധു നദീതട സംസ്കാരമൊക്കെ കേട്ടിട്ടില്ലേ, ഹാരപ്പൻ സംസ്കാരം, അവിടെ നിന്ന് കുറേ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന കുറേ പ്രതിമ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വസ്ത്രം ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റി. പിന്നെ അതിന് മുന്നേ ഉള്ള ആദിമ മനുഷ്യർ എന്തൊക്കെയാണ് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? പുല്ലുകൾ ഉപയോഗിച്ച് വസ്ത്രമെടുത്തു. പിന്നെ മരത്തോല്, മൃഗങ്ങളുടെ തോല്, മൃഗങ്ങളുടെ രോമം, ഇവയൊക്കെയായിരുന്നു അവരുടെ ആദിമ മനുഷ്യരുടെ വസ്ത്രം. അതിൽ നിന്ന് പിന്നെ പരിണാമം സംഭവിച്ചാണ് ഇന്ന് കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വിവിധതരം വസ്ത്രങ്ങളല്ലേ. അതിനെപ്പറ്റിയാണ് പറയുന്നത്. വസ്ത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പരുത്തി തുണി, അത് കോട്ടൺ ആണല്ലേ. കോട്ടൺ ആണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. കോട്ടൻ്റെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ സംസ്കാരത്തിലുള്ളവരാണ് ലോകത്തിൽ ആദ്യം തന്നെ പരുത്തി കൃഷി തുടങ്ങിയതെന്നാണ് പറയുന്നത്. സിന്ധു നദിയുടെ നിവാസികളാണ് ലോകത്തിൽ ആദ്യം തന്നെ പരുത്തി കൃഷി ചെയ്തതെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ പണ്ട് കാലത്ത് വസ്ത്രങ്ങളിൽ നിറം കൊടുക്കാൻ എന്താണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നീലം കലാപം പഠിച്ചിട്ടില്ലേ, ഇൻഡിഗോ. നീലം ഉപയോഗിച്ചാണ് പണ്ട് ചായം വസ്ത്രങ്ങൾക്ക് കളർ കൊടുത്തിരുന്നത്. വേറെ ഒന്നും അറിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ വാസികളാണ് ലോകത്തിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പരുത്തിയെപ്പോലെ തന്നെയുള്ള വേറൊരു വ്യവസായമാണ് ചണ വ്യവസായം. എവിടെയാണ് ചണം ഏറ്റവും കൂടുതലുള്ളത്? നമ്മുടെ ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിലല്ലേ. ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായമാണ് ചണ വ്യവസായം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് ചണ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ. പരുത്തി അല്ലെങ്കിൽ കോട്ടൺ ആണ് നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. പക്ഷേ ഗോൾഡൻ ഫൈബറാണ്. ഇത് രണ്ടും മാറിപ്പോകുന്ന ഒരിതാണ്. ഗോൾഡൻ കളർ ഓർമ്മിച്ചാൽ മതി. ഗോൾഡൻ കളറുള്ളത് ഏതിനാണ്? ചണത്തിനാണ് ഗോൾഡൻ കളറുള്ളത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന എന്താണ്? ചണമാണ്. പിന്നെ ടെക്സ്റ്റ് പറയുന്ന വേറൊരു പോയിൻ്റാണ്, ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഏത് നദീതീര തീരത്താണെന്ന് പറയുന്നുണ്ട്? ഗംഗാ നദീതീരത്താണ്. ഓപ്ഷനിൽ ഹൂഗ്ലി നദീതീരം എന്ന് കാണും. നമ്മൾ ആദ്യം കുത്തും. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്താണ് ഏറ്റവും കൂടുതൽ ചണ വ്യവസായം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ലോകത്ത് തന്നെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും എവിടെയാണ്? ഗംഗാ നദീതീരത്തായിരുന്നു
കണ്ടുപിടിച്ചത് ആദ്യം. ലോകത്ത് ചണകൃഷിയുടെ ഭൂരിഭാഗം എവിടെയാണ്? ഇന്ത്യയുടെ ഗംഗാതീരത്തായിരുന്നു, അല്ലെങ്കിൽ ഗംഗാതീരത്താണ്. ഇപ്പോൾ വ്യവസായം നടക്കുന്നത്, കയറ്റുമതി ചെയ്യുന്നതും പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൂടുതൽ ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ. നൂലുൽപാദനത്തിന് സഹായിക്കുന്ന ഉപകരണമായ സ്പിന്നിങ് ജെന്നി. നൂല് വേണം അല്ലേ വസ്ത്രം ഉണ്ടാക്കാൻ? നൂല് വേണം, പിന്നെ തുണി വേണം. നൂല് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ആദ്യം യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് വസ്ത്ര ഉൽപ്പാദനം വർദ്ധിച്ചു, മനുഷ്യരുടെ അധ്വാനഭാരം കുറഞ്ഞു, വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, പിന്നെ നല്ല നമുക്കത് കയറ്റുമതി ചെയ്യാൻ പറ്റി. അതെല്ലാം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അങ്ങനെ ഉള്ള ആദ്യം നൂല് വേണം. ആ നൂല് ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഉപകരണമായ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ കൈത്തറിയേക്കാൾ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന യന്ത്രത്തറി, കൈത്തറി വെച്ചിട്ടാണ് ആദ്യം. പിന്നെ ആദിമ മനുഷ്യർ മരത്തോലായിരുന്നു. പിന്നെ നമ്മൾ നൂല് കണ്ടുപിടിച്ചിട്ട് നൂല് വെച്ച് പരുത്തിയിൽ നിന്ന് നമുക്ക് നൂല് കിട്ടി. നൂല് വെച്ചിട്ട് നമ്മൾ കൈത്തറി വെച്ചിട്ടായിരുന്നു വസ്ത്രം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ പുരോഗമനമായപ്പോൾ പിന്നെ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. ജെയിംസ് ഹർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് പെട്ടെന്ന് നൂല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. ആ നൂല് വെച്ചിട്ട് തുണി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന യന്ത്രത്തറി അല്ലെങ്കിൽ പവർലൂം കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്രൈറ്റ്. പുതിയ ടെക്സ്റ്റിലെ ജെയിംസ് ഹർഗ്രീവ്സ് നമ്മുടെ കഴിഞ്ഞ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. എഡ്മണ്ട് കാർട്രൈറ്റ് പുതിയ പോയിൻ്റാണ്. പവർലൂം അല്ലെങ്കിൽ യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്രൈറ്റ് ആണ്. കാർട്രൈറ്റ് കൈത്തറിയേക്കാൾ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന യന്ത്രത്തറി അല്ലെങ്കിൽ പവർലൂം കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്രൈറ്റ്. രണ്ട് തരത്തിലുള്ള നാരുകളുണ്ട്. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ. പ്രകൃതിദത്ത നാരുകളാണോ പെട്ടെന്ന് ചുളിവ് വരാത്തത് ഏതാണ്? കൃത്രിമ നാരാണോ പ്രകൃതിദത്ത നാരാണോ പെട്ടെന്ന് ചുളിവ് വരാത്തത്? കോട്ടൺ ആണോ നൈലോൺ ആണോ ചുളിവ് വരാത്തത്? നൈലോൺ ആണല്ലേ ചുളിവ് വരാത്തത്. കോട്ടൺ പെട്ടെന്ന് ചുളുങ്ങി പോകൂലേ. കൃത്രിമ നാര് ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളിലാണ് നമുക്ക് ചുളിവ് വരാത്തത്. പെട്ടെന്ന് ചുളിവ് ഉണ്ടാകാത്ത തുണികൾ ഏത് നാര് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്? കൃത്രിമ നാരിൻ്റെ മേന്മകളാണ് എന്തൊക്കെ? പെട്ടെന്ന് ചുളിവ് വരില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഉൽപ്പാദന ചെലവും കുറവാണ്. കൃത്രിമ നാര് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാരുകളാണ് കൃത്രിമ നാരുകൾ. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ് കൃത്രിമ നാരിന് ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ തുടങ്ങിയവയാണ് കൃത്രിമ നാരിന് ഉദാഹരണം. കൃത്രിമ നാര് ഉപയോഗിച്ചിട്ടുള്ള മേന്മകൾ എന്താണ്? ഉൽപ്പാദന ചെലവ് കുറവുമാണ്, പെട്ടെന്ന് ചുളിവും ഉണ്ടാവില്ല. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ. പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുറച്ച് കാര്യങ്ങൾ. പണ്ട് നമ്മൾ മേൽമുണ്ട് സമരം ഉണ്ടായിരുന്നു. ആരുടെ കാലത്തായിരുന്നു മേൽമുണ്ട്? സ്ത്രീകൾക്ക്, ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലായിരുന്നു. ആരുടെ കാലത്താണ് മേൽമുണ്ട് സമരം നടന്നത് എന്നാണ് അറിയാമോ? മേൽമുണ്ട് സമരം നടന്നത് 1859 ഉത്രം തിരുനാളിൻ്റെ കാലത്തായിരുന്നു മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള നടന്നിരുന്നത്. ടെക്സ്റ്റിൽ പണ്ടത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ, തിരുവിതാംകൂർ നാട്ടുരാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്തായിരുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. പക്ഷേ ആ കാലത്തും ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ കാലത്തായിരുന്നു അനുവദിച്ചത്? 1859 വിളംബര പ്രകാരം മേൽമുണ്ട് സമരത്തിലൂടെ മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുത്ത രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്.
തിരുവിതാംകൂറിൽ മേൽമുണ്ട് സമരം അഥവാ ചാന്നാലകൾ നടന്ന ആരുടെ കാലത്താണ്? അനുവദിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂർ വിസ്തൃതി വ്യാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല, യൂറോപ്പുകാർ നമ്മുടെ 7 വൻകരകളിലൊന്നായ യൂറോപ്പിൽ നിന്നാണ് വിദേശികൾ നമ്മൾ ഇന്ത്യയിലെത്തിയത്, കച്ചവടത്തിനായി ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഏറ്റവും കൂടുതൽ കാലം നമ്മളെ കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ്? ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിയായി ഇന്ത്യയെ അടക്കി വാണിരുന്നത്. അതറിയാമല്ലോ. നമുക്ക് ഞാൻ എഴുതിയിട്ടില്ല. യൂറോപ്പിലെ കച്ചവടത്തിന് വന്ന വിദേശികൾ പറഞ്ഞുകൊണ്ട് ആ ഓർഡറിൽ ആദ്യം വന്ന ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നത് മാത്രം, നമ്മുടെ നാട്ടിലുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. എന്നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? 1905 ഓഗസ്റ്റ് 7-നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ആ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഓഗസ്റ്റ് 7 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് അറിയാമോ? കൈത്തറി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 എന്ന് മുതലാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? 2015 മുതലാണ് നമ്മൾ കൈത്തറി ദിനം ആചരിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഓഗസ്റ്റ് 7 നമ്മൾ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് 2015 മുതൽ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1918-ലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് നോക്കാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന സംസ്കാരമാണ്. അവിടെ നിന്ന് നമുക്ക് കുപ്പായമണിഞ്ഞ പ്രതിമകൾ ലഭിച്ചിരുന്നു, അല്ലേ? പിന്നെ പരുത്തി, ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ പരുത്തി. ഗോൾഡൻ ഫൈബർ ചണം, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നീലം ചെടി, ഇൻഡിഗോ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ സ്വദേശി പ്രസ്ഥാനം, ഖാദി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7-ന്, 2015 മുതൽ നമ്മൾ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. ഖാദി പ്രസ്ഥാനം 1918-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. പിന്നെ സ്പിന്നിങ് ജെന്നിയും പവർലൂമും. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സും. യന്ത്രത്തറി കണ്ടുപിടിച്ചത് അഥവാ പവർലൂം കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റുമാണ്. പിന്നെ യൂറോപ്യന്മാർ ഭൂമിയിലെ 7 വൻകരകളിലൊന്നായ യൂറോപ്പിൽ നിന്നാണ്, യൂറോപ്പിലെ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ കോളനിയായി വെച്ചിരുന്ന ആരാണ്? ഇംഗ്ലണ്ടുകാരാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. താങ്ക് യു.